infrastructure and not the other kind of infrastructure that would reach to the poor and the common people. നമുക്കറിയാം കർണാടകയിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും യുപിയിലും ഒക്കെ തന്നെ വൻതോതിൽ ഹൈവേകൾക്കെതിരായ സമരങ്ങൾ നടക്കുന്നു. മുംബൈ ഡൽഹി മുംബൈ കോറിഡോർ അതിനുവേണ്ടി 50,000 ഏക്കർ ഭൂമിയാണ് കുടിയൊഴിക്കുന്നത്. ബിജെപിയുടെ സർക്കാരിനെതിരായി ബിജെപി തന്നെ സമരം ചെയ്യേണ്ടി വരുന്നു മധ്യപ്രദേശിൽ. ഇതെല്ലായിടത്തും ഒരുപോലെ ആവർത്തിക്കപ്പെടുന്നു. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന് നമ്മുടെ കേരളത്തിലെടുക്കുക. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഹൈവേ കേരളത്തിൽ ജനങ്ങൾ ആവശ്യപ്പെട്ടതാണോ? സുന്ദരമായ കേരളത്തെ പലവട്ടം വിഭജിക്കുന്ന ഒരു ഹൈവേ വലിയ കാർ കമ്പനികളുടെയും വലിയ നിർമ്മാണ കമ്പനികളുടെയും ആവശ്യത്തിനാണ് ഇത്തരം സ്വകാര്യ ഹൈവേകൾ നിർമ്മിക്കുന്നത്. നമുക്കറിയാം ഓരോ ദിവസവും ലക്ഷക്കണക്കിന് കാറുകളാണ് നമ്മുടെ റോഡിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ കാറുകൾ. ഈ കാറുകൾ 3 തരത്തിൽ നമ്മുടെ സ്ഥലം അപകരിക്കുന്നു. പൊതുസ്ഥലങ്ങൾ, അത് വീട്ടിന് മുമ്പിൽ, ഓഫീസിന് മുമ്പിൽ പാർക്കിങ്ങിന്, രണ്ടിനും പാർക്കിങ്ങിനും റോഡിൽ ഓടുന്നതിന് വേണ്ടി. അങ്ങനെ ഓരോ കാറും ഓടുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ പൊതു ഇടങ്ങളാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിലെ പൊതുഗതാഗതം ഇല്ലാതാകുന്നു. പൊതുഗതാഗതം സംരക്ഷിക്കാൻ സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല. ഗതാഗതത്തിൽ മാത്രമല്ല, വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും എല്ലാം തന്നെ സർക്കാർ പൊതു എന്നത് ഇല്ലാതാകുന്നു. അങ്ങനെ പൊതു ഇല്ലാതാകുകയും സ്വകാര്യ അടിസ്ഥാന വികസനം എന്ന മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ റോഡുകൾ വികസിപ്പിക്കേണ്ടതുണ്ട്. ദളിതരും ആദിവാസികളും നഗരത്തിലെ ദരിദ്രരും താമസിക്കുന്ന ചെറിയ റോഡുകൾ, അവർക്ക് വർഷത്തിൽ 12 മാസവും മഴക്കാലത്ത് പോകാൻ കഴിയുന്ന ചെറിയ റോഡുകൾ ഈ നാട്ടിൽ ഉണ്ടാകുന്നില്ല. മറിച്ച് വൻകിട വാഹനങ്ങൾ പോകാൻ കഴിയുന്ന റോഡുകളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ പാവപ്പെട്ടവരുടെ ആവശ്യം ഒരിക്കലും ആവശ്യമാകുന്നില്ല. 15 മിനിറ്റ് ലാഭിക്കാൻ വേണ്ടി 50,000 കോടി രൂപ മുടക്കാൻ അല്ലെങ്കിൽ അത്രയധികം ആളുകളെ കുടിയൊഴിക്കാൻ ഇവിടെ വിട്ടുപോകില്ല. സാധാരണക്കാർക്ക് പോകാൻ പറ്റാത്ത റോഡ് കോർപ്പറേറ്റുകളെ ആകർഷിക്കാൻ ഇതുണ്ടായാലേ നടക്കൂ എന്നാണ് നമ്മളോട് പറയുന്നത്. അവർക്ക് ഈ റോഡ് പോരാ, അവർക്ക് വൻകിട റോഡുകൾ വേണം. അവരുടെ അജണ്ടയാണ് നമ്മുടെ ആസൂത്രണമായി വരുന്നത്. അവർക്ക് ലാഭമാണ്. അവർക്ക് ഭൂമിയും ജലവും ഊർജ്ജവും കൊള്ള ചെയ്യാനുള്ള വികസന പദ്ധതികളാണ് വരുന്നത്. ഇവരില്ലെങ്കിൽ, സ്വകാര്യവൽക്കരണമില്ലെങ്കിൽ നമുക്ക് വെള്ളം കിട്ടില്ല, സ്വകാര്യവൽക്കരണമില്ലെങ്കിൽ നമുക്ക് റോഡ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നതിന്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഇത്തരം വികസനത്തെ നമുക്ക് ചോദ്യം ചെയ്യണം. First is the public transport is supported and much more better than improved, and that is given the priority. Then 80% and more people who walk on the street for some time or other during the day, if they are given the priority, then this kind of big highways and infrastructure that occupies so much of space and the cost of the space for housing and other purposes would not be necessary. Now as it is planned, how is the process going ahead? We have in this country the district planning process. In Kerala, the district planning exercise is very well known and we all appreciated it. And we wanted not only the West Front but also the Congress government to take it forward, not cancel it or not reduce its value and importance. But for whole of the country, according to the constitution, there is the structure of local self-government. What do we mean by local self-government? From the panchayat to the ward in the urban areas, the district panchayat to the ward, the 3-tier structure. What is it for? If it is kind of local self-government, is it involved in the planning process? How are the plans for this infrastructure taken ahead? This is not only applicable to the big highways or the road infrastructure, but also for planning the open spaces, the ports, the dams, the mines. If the local population is not involved, it is undemocratic. On the other hand, the acquisition of land for the project is done by the state. It is in a way forcible acquisition using the 1894 Act, which is also reflected in the various policies, the highway-related policies, the NTPC thermal power policies of different departments and ministries. But basically, it is forcible acquisition. The state decides, and you have to give away. This cannot happen with the companies who have to give their money, invest their money. When you have to invest your land,
Even if in NX 17 or NX 47, are you consulted? Are the village bodies, the Gram Sabhas consulted? Are the district panchayats taken into consideration? And it cannot be limited to the elected representatives. It has to be the Gram Sabhas. What is it that the Gram Sabha would like their infrastructure to be? These questions are not raised. So the planning process, how to answer the question, how is it taken ahead? One single answer is in the undemocratic way. So whether it was the port and related road at Padapula or here in Kodakara, the upcoming big highway which they are proposing for 45 meters, without consulting the local population.